ഞങ്ങളുടെ ലൈഫിലെ ഈ ഒരു മൊമെന്റിൽ വരെ വന്ന് നിൽക്കാൻ പറ്റിയിട്ട് കാരണമായിട്ടുള്ള ഒരു ദിവസമുണ്ട്. ആ ഒരു ദിവസത്തെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പം നിൽക്കുന്നത്. വീഴല്ലേ പതി. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു മൊമെൻറ്റ്. അതായത് എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. കുറച്ചും കൂടെ നീക്കി അമ്മൂട്ടി, അവർക്ക് കാണാം ഇപ്പോൾ ഫ്രെയിമിലൊക്കെ. അതായത് അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ. അതാണ് ഇന്ന് ഇതേ വരെ. അപ്പം ഞങ്ങളിവിടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ലൈഫിൽ നമ്മൾ ഒരുമിച്ച് ഇരിക്കുകയാണെങ്കിലും ആ ഒരു ദിവസമാണ് കേട്ടോ ഇതിനെല്ലാം കാരണമായിട്ടുള്ളൊരു ദിവസം. ആ ഒരു ദിവസത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഞാൻ പറയാം, ഇത് നമ്മുടെ ചാനലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എന്നൊരു സ്റ്റോറി ടെല്ലിംഗ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ലൈഫിൽ നടന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു മെമ്മറി നിങ്ങളോട് ഷെയർ ചെയ്യും. അതെ, ഇവിടെ അല്ല, നമ്മുടെ ലൈഫിൽ അത് ഞങ്ങൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ആ ഒരു സമയത്ത് ഞങ്ങൾ തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പം ആ ഒരു കാലഘട്ടം ഞങ്ങൾ നല്ല ചങ്ക് ബഡീസാണ് അല്ലേ. അപ്പം ജസ്റ്റ് ഉള്ളിലൊരു ചെറിയൊരു എന്തോ ഒരു ജസ്റ്റ് ഒരു ഇതോ അല്ലേ, അത് ഇഷ്ടമൊന്നും അല്ല ശരിക്കും പറയുന്നത്. അല്ലടി അത് ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും അടിപൊളിയായിരുന്നു, അത്രയും എടാപോട കിടു സെറ്റപ്പ് ആയിരുന്നു. നല്ല കമ്പനി ആയിരുന്നു ഞങ്ങൾ തമ്മിൽ. നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഇവളുടെ കൈ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ ആ ഒരു കഥ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ശേഷം ഞങ്ങൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് എവിടെയായിരുന്നു പഠിക്കാൻ വേണ്ടി പോയി? മഹാരാഷ്ട്രയിൽ. ജോലിക്ക് പഠിപ്പിക്കാൻ വേണ്ടി മഹാരാഷ്ട്രയ്ക്ക് പോവാം. അപ്പം ആ ഒരു സമയത്ത് എന്നെ വിളിക്കുകയാണ്, ഹലോ ടിനു, എനിക്കിതുപോലെ ജോലി കിട്ടി, ഞാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ അല്ലേ, ഒരു മാസം കണ്ടായിട്ടേ ഉള്ളൂ. ഒരു മാസം കഴിഞ്ഞ്. അതെ, അത് എപ്പോഴും ആയിട്ട്. എങ്കിലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ടിനു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ഇതുപോലെ ജോലിക്ക് പോവുകയാണ്. ആ ജോലി എനിക്ക് കിട്ടിയത് പെട്ടെന്നായിരുന്നു കേട്ടോ. ഞാൻ പോലും അങ്ങനെ ഒരു ജോലിക്ക് പോകണമെന്നൊന്നും ഒരു മൈൻഡ് അല്ലായിരുന്നു. വെറുതെ ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്ന സമയത്താണ് എനിക്ക് ആ ജോലി വന്നത്. അപ്പോഴും ജോലിക്ക് പോകണം ആഗ്രഹമുള്ള നമുക്കൊന്നും ജോലി ഇല്ല. എനിക്ക് പെട്ടെന്ന് ഒരു ഇങ്ങനെ ഞാൻ അന്വേഷിച്ചിട്ട് പോലും ഇല്ല, എനിക്ക് പെട്ടെന്ന് ആരോ വേക്കൻസി ഇങ്ങനെ വന്നു. ഞാനിപ്പോ ആലോചിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഇവക്കൊക്കെ ജോലി കിട്ടി, നമുക്കൊക്കെ എപ്പോഴാണ് അങ്ങനെയൊക്കെയാണ്. പെട്ടെന്ന് വന്ന ഒരു ഓഫറിലാണ്. എന്നാ പിന്നെ പോവാം, വെറുതെ ഇരിക്കുവല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോഴാണ് ഞാൻ ടിൻചനെ വിളിക്കുന്നത്. ഇവളെന്നെ വിളിച്ച് പറയുന്നത്. അവിടെയാണ് സംഭവം കംപ്ലീറ്റ് കഥ ഉദാവഹയാവുന്നത് കേട്ടോ. ഇവളെന്നെ വിളിച്ച് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞു, ഇല്ലടി എനിക്ക് തിരക്ക, ഞാൻ എന്തൊക്കെയോ ഞാൻ ഒഴിഞ്ഞു മാറും എന്റെ അടുത്തേക്ക്. അല്ല പിന്നെ ടിൻചൻ വരുന്നില്ല. അതായത് ഇവളെന്നെ വിളിച്ച് പറഞ്ഞ എന്നെ ജസ്റ്റ് നീ എന്നോട് ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ, അതായത് ഇവളുടെ വീട്ടിലേക്ക് വിളിച്ചു. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, അപ്പൊ ആള് ഇതുപോലെ പോകുമ്പോഴത്തേനും എന്നാ പിന്നെ നമുക്കൊന്ന് കാണാം. അപ്പൊ ഇവ ഭയങ്കര ജാടയായിരുന്നു. ഞാനൊന്നുമില്ല, എനിക്ക് കുറച്ച് തിരക്ക്. ഞാൻ ഫുൾ ജാടേ, വലിയ ആള്. എടി ജാടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല വരാൻ. അതാണ് ഇവന് നേരത്തെ ഇവന്റെ ആദ്യത്തെ ഇഷ്ടമൊക്കെ വെറും ഇതായിരുന്നു. എടി അത് ഇഷ്ടമല്ലടി, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ജസ്റ്റ് ഒരു ആ കോളേജ് ലൈഫിൽ നടന്ന ഒരു സ്നേഹം. എടി ഇവര് വിചാരിക്കും എനിക്ക് കോളേജിൽ നിന്ന് നിന്നോട് പ്രേമമാണ്. എനിക്ക് കോളേജിൽ നിന്ന് നിന്നോട് പ്രേമൊന്നുമില്ല, എനിക്കല്ലാതെ തന്നെ കുറെ പ്രേമം ഉണ്ടായിരുന്നു. കോളേജിൽ നീ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്ന് മാത്രം. അപ്പൊ അതിനുശേഷം വിളിച്ചിട്ട് ഫോണൊക്കെ കട്ടാക്കിയതിന് ശേഷം എന്താ പറയാ, പറഞ്ഞ് എന്നാ പിന്നെ ഓക്കെ ശരി എന്നാ ബൈ, ഇന്ന ദിവസം എന്ന് പറഞ്ഞ്. അതിനുശേഷം ഞാൻ കോള് കട്ടാക്കിയതിന് ശേഷം ഞാൻ ചിന്തിക്കുക, ഷോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ, ഒന്ന് കാണാൻ വേണ്ടി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് പോയിട്ട് ഞാൻ ഇന്ന് വീഡിയോയിൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ ഇരുന്നൊക്കെ സംസാരിക്കാന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. കാരണം അതാണ് അതിൻ്റെ ബെസ്റ്റ് സീറ്റ്. അപ്പോൾ അതിന് പറ്റിയ സ്ഥലമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് വന്ന് ഞങ്ങൾ നിന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയിട്ട് ഞാനിങ്ങനെ ആലോചിച്ച്, ഇതിനകത്ത് 2 ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതാണ് മെയിൻ സീറ്റ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ വെറുതെ എന്തിനാ പോകുന്നത്, അവിടം വരെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല, അവിടെ നാളെ പോകണേ പൊക്കോട്ടെ, എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ പോയി നമ്മുടെ ഒരു ടൗണിലേക്ക് എത്തി. എന്നിട്ട് രണ്ടാമത് തിരിച്ച് ഞാൻ പോവുകയാണ്.
ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോയേക്കാം, എന്തായാലും വിളിച്ചല്ലേ, ഇത്ര നാളും കൂടെ പഠിച്ച ആളല്ലേ, ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാം. അങ്ങനെ ഞങ്ങളല്ല, സോറി, ഞാൻ പോവാം. ഇവളുടെ വീട്ടിലേക്ക് വരിക. ഇവളുടെ ആദ്യമായിട്ടാണ് തോന്നുന്നു ടിൻചൻ വരുന്നേ അല്ലേ? രണ്ടാമത്തെ വട്ടം. അതായത് ആദ്യം നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട്, അല്ലാതെ പിന്നെ ജസ്റ്റ് ഇപ്പോഴാണ് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവള് അവിടെ ഇല്ല, ഇവള് പുറത്തെങ്ങോട്ട് പോയിട്ടുണ്ട്. പുറത്തല്ല, വീടിന്റെ അപ്പുറത്തെങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നു, എനിക്ക് ചായ എല്ലാം തന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഇവള് വരുന്നു. ഇവള് വന്നിട്ട് ഇവള് എന്നോട് കാര്യം പറയാനൊക്കെ ഇരിക്കുമ്പോഴത്തേന് ഇവളിങ്ങനെ മുടിയെല്ലാം ഒരു സൈഡിലേക്കൊക്കെ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു സൈഡിലേക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അന്ന് ഞാൻ ഇട്ട ഡ്രസ് ടീച്ചർ ഓർമ്മയുണ്ടോ? അതാണ് മെയിൻ, മഞ്ഞ കളർ ഡ്രസ്സ്, ഒരു മഞ്ഞ ഓറഞ്ച് കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡ്രസ്സ്, പിന്നെ പ്ലസ് ഒരു മുടിയെല്ലാം ഇങ്ങനെ സൈഡിലേക്കൊക്കെ ഇട്ടിട്ടുണ്ടേ. എന്താന്ന് എനിക്കറിയത്തില്ല, കുളിച്ചത് എന്താണെന്ന് എനിക്കറിയത്തില്ല. സംഭവം അന്ന് നമുക്ക് മുടിഞ്ഞൊറ്റ ഗ്ലാമർ, എന്താണ് ഇങ്ങനെ. ഞാൻ ഇവളോട് ചോദിക്കും, നിനക്കെന്താ ഇത്രയും ഗ്ലാമറോ? ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ടൊക്കെ ചിന്തിക്കാം. ഇവൻ അന്നൊന്നും പറയത്തില്ല, ഇവൻ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പൊങ്ങിപ്പോയി. ഞാനന്ന് വെറുതെ അതെ ഞാൻ പറഞ്ഞില്ല, സംഭവം വെച്ചാൽ വെറുതെ പറഞ്ഞ് ഇവളെ പൊക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഒഴിവാക്കി. ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചേട്ടോ, എന്താ വെച്ചാൽ ഇവൾക്ക് എന്തൊരു ഗ്ലാമർ ആടാ ഇന്ന്, ഇവർക്ക് ഇത്രയൊക്കെ ഗ്ലാമർ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയേ. ഓക്കെ, അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറെ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് വിട്ടു. അതിനുശേഷം ഞാൻ വണ്ടി എടുക്കാൻ നേരത്ത് ഇവള് പറഞ്ഞു, എടാ മഴ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി വിടാൻ നേരത്ത് ഇവളിങ്ങനെ നോക്കിയിപ്പോണ്ട്. ജസ്റ്റ് ഞാൻ പോകുന്നത് നോക്കുന്നതായിരിക്കാം. അന്ന് ഞാൻ പോകുമ്പോ ടീച്ചറിന് ശരിക്കും വിഷമം ഉണ്ടായിരുന്നു, പറയുന്നേക്ക് അതിലേക്കായിട്ട് വരുന്നത്. അപ്പോഴൊന്നും എനിക്ക് വിഷമമില്ല, അതല്ല അതിന്റെ കോമഡി. ഫ്രണ്ട് അല്ലേ പോന്നേ, കുഴപ്പമില്ല. ഇവക്ക് ആ കണ്ടപ്പോഴത്തേന് ആ ലുക്ക് ഉണ്ട്, ഓക്കെ. അതും കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വണ്ടി എടുത്ത് പോകുന്ന നേരത്ത് ഇവളെന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് മിററിൽ, ഇങ്ങനെ ബാക്കിൽ ഇവളിങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇവളത് ശ്രദ്ധിച്ചില്ല, ഇവള് ജസ്റ്റ് നമ്മൾ കൂട്ടുകാർ പോകുമ്പോഴത്തേനും ഓക്കെ മുറ്റത്തിറങ്ങി നിൽക്കത്തില്ല, അതുപോലത്തെ ഒരു സംഭവം സീൻ അത്രേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോന്നിട്ട് ഞാനൊരു ഇവള് പറഞ്ഞ പോലെ തന്നെ മഴ പെയ്തു കേട്ടോ. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടാൻ പറ്റിയ ഒരു ബീജം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശദീപം മറഞ്ഞേ ആ സാധനമാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഇവള് ഈ കഥ കേട്ടിട്ട് സൂഹിക്കുക കേട്ടോ, വീണ്ടും എന്നിട്ട് നമ്മളിപ്പോ കാട്ടിലായതുകൊണ്ട് ഇതെല്ലാം പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് മഴ പെയ്തടി. മഴ പെയ്ത് പറഞ്ഞുതരാം, റീലിനെ പറ്റിയിട്ട് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ അവിടെ നിന്ന് യാത്രയായി ഏകദേശം ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു. അപ്പൊ സമയം ഏകദേശം ഒരു 5 മണിയെങ്ങാണ്ടോ ആയി. സംഭവം ഫുള്ളങ്ങ് ഇരുണ്ട് മൂടി കേട്ടോ. ഇരുണ്ട് മൂടി മഴ പെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി ഇറങ്ങിയിട്ട് ഒരു ബസ് സ്റ്റോപ്പിലേക്ക് കയറി. ബസ് സ്റ്റോപ്പിൽ കയറിയപ്പോഴത്തേനാണ് ആകെ മൊത്തം എൻ്റെ റിലേ പോയത് കേട്ടോ. ഞാൻ ഇങ്ങനെ ആയിരിക്കും, എൻ്റെ ആരൊക്കെയാണ് നാളെ പോകുന്നത്. ഞാൻ കംപ്ലീറ്റ് എൻ്റെ മൈൻഡ് കംപ്ലീറ്റ് എവിടേക്കോ ചിന്തയിലേക്കായി കേട്ടോ. എനിക്കത് ആലോചിക്കാൻ കഴിയുന്നില്ല. ആ ഒരു മൊമെൻ്റാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെൻ്റെ ആരൊക്കെയോ ആയിരുന്നു, എന്തൊക്കെയായിരുന്നു. ഇവളെ എനിക്ക് കുറേ സപ്പോർട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്തും അല്ലാതെയും ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. എന്തെങ്കിലും ഒരു കോമഡി ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എന്തെങ്കിലും എന്ത് സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേന് ഇവള് പോകുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര ആ ഒരു മൊമെന്റ്, ആ മഴ, ആ ബസ് സ്റ്റോപ്പ്, ഇരുണ്ട് മൂടിയ സിറ്റുവേഷൻ, ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേന് അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം സിറ്റുവേഷൻ വന്നപ്പോഴത്തേനും ഞാൻ കംപ്ലീറ്റ് എൻ്റെ റിലേ പോയി. ഞാൻ അപ്പോഴത്തേന് ചിന്തിച്ച് എൻ്റെ ആരൊക്കെയാണ് പോകുന്നത്, അങ്ങനെയൊക്കെ ചിന്ത വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഈ ഒരു സാധനം മനസ്സിൽ കയറിയത്. ഇവളോട് എനിക്ക് എവിടേക്കോ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് ആ ഒരു ദിവസമാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ. അന്നൊന്നും ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അന്നൊന്നും ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല. അന്നാണ് മനസ്സിൽ ഇങ്ങനത്തെ ഒരു കാര്യം തോന്നിയത്. പക്ഷെ അവിടം തൊട്ടാണ് ഇവിടം വരെയുള്ള സംഭവങ്ങൾ, സംഭവബഹുലമായിട്ടുള്ള നിമിഷങ്ങൾ സംഭവിച്ചത്. ഈ ഒരു സംഭവം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു തരാനേ പറ്റുള്ളൂ. പക്ഷെ ഇതേ സംഭവം തന്നെ നമ്മൾ വിഷ്വലായിട്ട്
നമ്മൾ റീലിലും ഷോർട്സിലും എല്ലാം ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റോറി തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഷോർട്സും സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് പോയി കാണാം. നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താണ്, എവിടെയാണ്, എന്തൊക്കെയാണ് സംഭവിച്ചത് പക്കയായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കാണാം. നല്ല നല്ല ഒരു മെമ്മറീസ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്കും അല്ല അമ്മൂട്ടി ഇതുപോലത്തെ നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെ. നല്ല ഓർമ്മകൾ അതെന്നും ഓർമ്മിക്കാനും സന്തോഷിക്കാനും ഉള്ളതാണ്. യെസ് ഓഫ് കോഴ്സ്. ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ പോകുമ്പോഴേക്ക് വിഷമവും കാര്യവും ഒക്കെ വരുമ്പോഴാണ് ആ ഒരു ഇത് വരുന്നത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മെമ്മറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ശരിക്കും ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഓർമ്മകൾ എപ്പോഴും ഓർമ്മിക്കാനുള്ളതാണ്. അത് എന്നും നമുക്ക് ഓർമ്മിക്കുമ്പോഴും അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പോസിറ്റീവ് വൈബ് അല്ലേ? ആ പോസിറ്റീവ് വൈബിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പറഞ്ഞത്. അപ്പം അടുത്ത വീഡിയോയിൽ മോർ കഥകളും അല്ലെങ്കിൽ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ ബൈ.